അതെ, എക്സാമിന്റെ ആ കാര്യം ഞങ്ങളന്ന് ഗ്രൂപ്പില് ഞാൻ വിളിച്ചിരുന്നില്ല മാമിനെ, ഡേറ്റിന്റെ കാര്യം പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഗ്രൂപ്പില് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും കൂടി പറയാം സാറിനോടൊന്ന് പറഞ്ഞേ, അത് എങ്ങനെയൊന്ന് പറയണ്ടെന്നുള്ളത് മാം നമ്പർ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓഫീസിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സാറിനെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ അറിയില്ലേ? അതില് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കൺസേൺസ് അറിയിക്കുക. ബെറ്റർ ക്രിസ്മസ് വെക്കേഷന് മുമ്പ് തീരുക എന്നുള്ളത് തന്നെയാണ്, എക്സാം നടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലേ? വെക്കേഷൻ ആകെ ബുദ്ധിമുട്ടായി. മൺഡേ പറയുമ്പോ 23 വെക്കേഷന് ക്രിസ്മസിന് മുന്നായിട്ട് തന്നെ വരുന്നത്. അതെ. അത് ഫൈനൽ ഡേ ആയിട്ട് എല്ലാരും ആക്സെപ്റ്റ് ചെയ്തോ? ഗ്രൂപ്പിൽ ഞാൻ മിക്കവരോട് ചോദിച്ചു. അപ്പൊ എല്ലാവരും സാറിങ്ങനെ പറഞ്ഞു നോക്കാം, അത് പറഞ്ഞിട്ട് സാർ ചെയ്യണെങ്കിൽ കുറെ പേർക്ക് അത് എങ്ങനെയായാലും കുഴപ്പമില്ല, ഡേറ്റിന്റെ അന്ന് എഴുതാനും തയ്യാറായവരുണ്ട്. കുറെ പേര് ഇങ്ങനെ അന്നൊക്കെ ആയാലും കുഴപ്പമില്ല, കാരണം വലിയ പിള്ളേരൊക്കെ എക്സാം ഉള്ളവരുണ്ട്, അപ്പൊ പഠിപ്പിക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ എങ്ങനെയെന്നുള്ള സാറിനോട് പറഞ്ഞു നോക്കിയൊക്കെ, പറഞ്ഞിട്ട് എന്താന്നുള്ള ഗ്രൂപ്പിൽ ഇടാലോ. അപ്പൊ സാറ് പിന്നെ അറിയിക്കുമല്ലോ എങ്ങനെയൊന്നും. മാം, ഞാൻ ഫീസ് അടയ്ക്കാൻ എന്നെ അവിടുന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ മാം എന്നോട് ചോദിച്ചു എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രമായിട്ട് അന്ന് ഗ്രൂപ്പിൽ ആരും സംസാരിക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു കുഴപ്പമാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറയണതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി, റീടെസ്റ്റ് ചിലപ്പോ പ്ലാൻ ചെയ്യണ്ടാവും പറഞ്ഞു. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല കേട്ടോ. റീ എക്സാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. ആക്ച്വലി റീ എക്സാം ഞങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓരോ യൂണിറ്റും ഓരോ ടേമിനും റീ എക്സാം നടത്തുക എന്നുള്ളത്. ഫൈനൽ എക്സാം ജെനുവിൻ ആണല്ലോ, റീ എക്സാം നടത്തുക എന്നുള്ളത് ഫൈനൽ എക്സാം ജെനുവിൻ ആണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും നോക്കൂ, നിങ്ങളുടെ കൺവീനിയന്റ് കംഫർട്ടബിലിറ്റി നോക്കുക. പ്രഷറൈസ് ചെയ്ത് എക്സാം എഴുതണ്ട, അങ്ങനെ ആ രീതിയിൽ എക്സാം ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. ബട്ട് വൺസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ഫീൽ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞത് നന്നായി എന്നൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു ലെവൽ, റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നത് അടുത്ത ലെവൽ. ഇതൊന്നും ബുദ്ധിമുട്ട്, ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സും ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെ ഒരു നമ്മൾ കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ, 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ മോർ കംഫർട്ടബിൾ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്നവർ തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കണം. ലൈവ് അപ്പൊ നമുക്ക് ആ എക്സാം എന്നുള്ള ആ ഒരു ടെൻഷൻ കുറവായിരിക്കും. റെക്കോർഡ് ക്ലാസ്സും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ലൈവ് ക്ലാസ്സിലും വരാൻ പറ്റുന്നില്ല, അതിൽ നല്ല ടെൻഷൻ ആയിരിക്കും. അവർക്ക് അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ അവർ ഫീൽ ചെയ്യും. സോ ഇറ്റ്സ് ബെറ്റർ തമ്മിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങൾ എല്ലാവരും തമ്മിൽ അവരെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. മാം, ഞാന് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 months മുമ്പ് എനിക്ക് ഒരു അബോഷനായി. അപ്പം എനിക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടി വന്നു. അപ്പം റെക്കോർഡ് ക്ലാസ് കാണാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ റെക്കോർഡ് ക്ലാസ് കാണുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമ്മൾ വിചാരിക്കും എളുപ്പമാണെന്ന്, പക്ഷെ ഇരിക്കില്ല. നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ ഇരിക്കണ പോലെ അതിലിരിക്കാൻ പറ്റണില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ക്ലാസ്സിലിരിക്കണേ. കണ്ടിന്യൂറ്റി കിട്ടാതെ വരികയാണ്. അപ്പം മാക്സിമം ഇനിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. നല്ലത്. പിന്നെ ഒട്ടും അങ്ങനെ പല ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെ ഉള്ളവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അവരിലേക്ക് ചെല്ലണം, നിങ്ങളവിടെ ഫെസിലിറ്റേറ്റർ ആകണം, അതാണ് ചെയ്യേണ്ടത്. ശരിക്കും റെക്കോർഡ് ക്ലാസ് കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബോറായ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒന്നിന്റെ റെക്കോർഡ് ക്ലാസ് കാണാറില്ല, ഞാൻ എന്റെ തന്നെ കാണാറില്ല. നമ്മൾ ചില സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഒരു 5 minutes 10 minutes ലേറ്റ് ആവും. ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇറങ്ങി വന്ന് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട വരും. അപ്പോൾ പോലും റെക്കോർഡ് ക്ലാസ്സിലേക്ക് നോക്കാറില്ല. അവര് റെക്കോർഡ്സ് ഒക്കെ അയച്ചു തരുമെങ്കിലും അത് ഒട്ടും അങ്ങോട്ട് ഇതാവില്ല.
ഓക്കെ, അപ്പം ഒട്ടും പറ്റാത്തവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ അനു ആണോ, അനു പറഞ്ഞില്ലേ, അപ്പൊ അനു ഇപ്പം മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ കുറെ മിസ്സായ ആളുകൾക്ക് നിങ്ങൾ ഫെസിലിറ്റേറ്റർ ആകുന്നത്. ശരിയാണ് മാം. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ലാസ്സിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് അവർ പ്രെയർ. പ്ലീസ്. ആരും ഇല്ലേ പ്രെയർ കമ്മിറ്റിയൊക്കെ പോയോ, പിരിഞ്ഞു പോയോ? ഓക്കെ, ശരി. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഹേതമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. Okay, nice. Okay, then thought of the day or sign in. Ma'am, thought for the day. Good evening all. Today's thought: if you have the ability to love, love yourself first. Self-love is more important. ഇത് ഞാൻ ഒരു ബുക്കുണ്ട്, നിംന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അതിലൊരു കോട്ടാണ്. അപ്പൊ ഇപ്പൊ ക്ലാസ്സിന്റെ സമയത്ത് മോളാണ് എന്നെ അത് റിമൈൻഡ് ചെയ്തത് ഇത് പറയാൻ വേണ്ടിട്ട്. എപ്പോഴും നമ്മള് സെൽഫ് ലവ് ഇമ്പോർട്ടന്റ് ആണ്, അതിന് നമ്മള് കുറച്ച് കാര്യമായിട്ട് നമ്മള് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമ്മള് ലാസ്റ്റ് ടൈമില് മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 4 അല്ലെ, യൂണിറ്റ് 1 മറിയ മോണ്ടിസോറി ആയിരുന്നു. സെക്കൻഡ് യൂണിറ്റ് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്, ആ 2 യൂണിറ്റ്സും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ശരണ്യ മാം പോയത്. ദെൻ തേർഡ് 1 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റും സെൽഫ് കൺസ്ട്രക്ഷനും നമ്മൾ കഴിഞ്ഞു അല്ലെ. 3ഉം 4ഉം കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? ഓക്കെ. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഞാൻ എടുത്തതല്ലേ? എടുത്തതാണ്. 6ഉം കഴിഞ്ഞു, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. 7th 1 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 യൂണിറ്റ്സ് ആണ് പാർട്ട് 3 ദാറ്റ് ഈസ് മൂവ്മെന്റ് 8ാമത്തെ യൂണിറ്റ്, 9th യൂണിറ്റ് ടെൻഡൻസീസ് ഓഫ് മാൻ, 10th യൂണിറ്റ് മോണ്ടിസോറി ടേംസ്. ഈ 3 യൂണിറ്റ്സിൽ അതില് മൂവ്മെന്റും ടെൻഡൻസീസ് ഓഫ് മാനും വളരെ ഈസിയാണ്, ചുമ്മാ വായിച്ചാൽ മതി. അതേസമയം മോണ്ടിസോറി ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പുതിയതായി നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു മറിയ മോണ്ടിസോറി എപ്പോഴും പറയും, എന്തുകൊണ്ടാണ് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നതിനേക്കാൾ മോണ്ടിസോറി എൻവയോൺമെന്റ്, അവിടെ ഡോറില്ല, ജനലില്ല, അങ്ങനെ അടഞ്ഞ റൂമുകൾ ഇല്ല, അങ്ങനെയുള്ള എൻവയോൺമെന്റിൽ എന്തിനാ അത്? സാധാരണ ട്രഡീഷണൽ സ്കൂളുകളിലുള്ള പോലെ ഓരോന്നിനും ഓരോ ക്ലാസ് റൂമും അതിന് വാളുണ്ട്, വാതിലുണ്ട്, ജനലുണ്ട്, സംടൈംസ് അത് ക്ലോസ് ചെയ്തിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും. എന്തുകൊണ്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലാത്തത്? നാച്ചുറലായിട്ട് കൂടുതൽ കണക്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, നാച്ചുറലായിട്ട് റിലേറ്റ് ആയിട്ട് നിൽക്കും. എല്ലാ കാര്യത്തിലും ഫുൾ ഫ്രീഡം എന്നുള്ള ഒരു ഇത് കാണിക്കുകയാണ്. അതെ, ഫുൾ ഫ്രീഡം, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഇഷ്ടംപോലെ വരാന്തകൾ ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ സ്കൂളുകളിൽ
35-40 മിനിറ്റ്സ് ഒരു പീരീഡ് ആണെങ്കിൽ ആ പീരീഡിൽ കുട്ടികൾ ആ ക്ലാസ് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അവരുടെ സീറ്റിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്ലേസ് ഏതാണോ ആ പ്ലേസിൽ തന്നെ അനങ്ങാതെ അവരിയ്ക്കും അല്ലേ. ബട്ട് മോണ്ടിസോറി ക്ലാസ് റൂമിലോ അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർക്ക് ചെയ്യാം. അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മോണ്ടിസോറി പറയുന്നത് മൂവ്മെന്റ് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. ചൈൽഡ്സ് ഡെവലപ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ എൻവയോൺമെന്റ് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടി ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും ആ കുട്ടിക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ കരാട്ടെ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇതിന്റെ ബ്രെയിനും അത് മൈൻഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഡെവലപ്മെന്റിനെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ മൂവ്മെന്റ് ഈ മൈൻഡ് ഡെവലപ്മെന്റിനെ നല്ലപോലെ കണക്ട് ചെയ്യും. ഓക്കെ, വി ക്യാൻ റീഡ് ആ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് വായിക്കണം. ഞാനൊന്ന് ഷെയർ ചെയ്യാം. എടുക്കാൻ കുറച്ച് സ്ക്രോൾ ചെയ്യണം. കാരണം പ്രീവിയസ് ക്ലാസ്സിൽ ഏതാണോ വെച്ചത്, നിങ്ങളുടെ അല്ല, പല ക്ലാസ്സും പകലുണ്ടല്ലോ, ആ പേജിൽ പോയിരിക്കും. അതൊക്കെ തുടക്കമായിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ നമ്മളൊന്ന് വായിച്ചെന്ന് വരില്ല കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ആ ഇൻട്രോ ഒന്ന് വായിച്ചു നോക്കാം. ആരാ റീഡ് ചെയ്യാ? First 2 paragraph. Yes, ma'am. Yes. Movement. Montessori described that movement is a very important factor in a child's development. Montessori wrote that many schools tend to give preference to lessons which involve using your acumen, and movement is normally placed under exercise, physical education, or games. If that is done, the close connection that movement and the developing mind, intellect has will be neglected. Movement is said to help the development of the mind, the brain being the center of thought, and then movement carried out by signals which the brain sends. It is not just used to help us breathe and move, but also to develop if the action which occurs is connected with the mental activity going on. This is linked with us being able to move, enables us to analyze and learn about our surroundings, and also enables us to express our personality. As Montessori writes, the greatest of the philosophers must use speech or writing to convey his ideas, and this involves muscular movements. Our movements allow us to contact our outside world, bringing alive our creative thoughts and the crucial role it plays in creating relationships. She states that movement is therefore an essential part of life, and education cannot be seen as moderating or restrain it. അപ്പൊ മൂവ്മെന്റും തോട്ട് പ്രോസസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പലരും മൈൻഡ് ബോഡി സെപ്പറേറ്റ് ചെയ്ത് ഡുവൽ എന്നുള്ള രീതിയിൽ
സെപ്പറേറ്റ് ചെയ്ത് പല സൈക്കോ അനാലിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും പറയാറുണ്ടെങ്കിലും അത് മോണ്ടിസോറിയെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യിച്ചു. ഞാൻ അപ്പൊ പറഞ്ഞല്ല പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ്ടിസോറി ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാൻ തുടങ്ങി. പക്ഷെ കുട്ടികളിലെ പല രീതികളും അവര് മൂവ് ചെയ്യുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. സോ അവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ദേ ആർ മൂവിങ്, ദേ ആർ തിങ്കിങ് ഓൾസോ. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നു, അതിന്റെ മെറ്റീരിയൽസ് കൊണ്ടുപോയി ഷെൽഫിൽ വെക്കുന്നു. ഈ സമയത്തെല്ലാം അവർ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. സോ മൂവ്മെന്റ് മേക്സ് ദം ടു തിങ്ക് മോർ എന്നുള്ള രീതിയിൽ മറിയ മോണ്ടിസോറി പറയാം. അപ്പൊ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ, ഇപ്പൊ അവരെ മൂവ് ചെയ്യിക്കാതെ ഒരു ക്ലാസ് റൂമില് ഒരു ചെയറിൽ ഒരു ഡെസ്ക് വെച്ച് ലിമിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുത്തുവാണെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ് മൂവ് ചെയ്യുന്ന കുട്ടിയെ വെച്ച് നോക്കുമ്പോഴേക്കും വളരെ കുറവായിരിക്കും എന്നാണ് മറിയ മോണ്ടിസോറി അനലൈസ് ചെയ്തത്. ഗ്രേറ്റസ്റ്റ് ഫിലോസഫേഴ്സ് പലരും ഇങ്ങനെ അവര് സ്പീച്ചിലൂടെയും റൈറ്റിംഗിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പല ഐഡിയാസ്. മസ്കുലർ മൂവ്മെന്റ് ശരിക്കും ആവശ്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. ബോഡിയുടെ മസ്കുലർ മൂവ്മെന്റ്സ് അത് പലപ്പോഴും ഔട്ട്സൈഡ് വേൾഡുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു, നമ്മളെ കൂടുതൽ ലൈവ് ആക്കുന്നു. ആളുകൾ പാർക്കിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നടക്കാൻ പോകുന്നു അല്ലെ? ഒരു റിട്ടയർഡ് ലൈഫൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവരുടെ ആ ഒരു അത്രയും നാളത്തെ ഒരു വേ ഓഫ് ലൈഫിൽ നിന്ന് ചേഞ്ചസ് വരിക. വീട്ടിലാകുന്നു, ഓഫീസിൽ പോകുന്നില്ല. ഓഫീസിൽ പോവാന്ന് പറഞ്ഞാൽ രാവിലെ ഒരു റൊട്ടീനാണ്, രാവിലെ എണീക്കുന്നു, അങ്ങനെ പോകും. പക്ഷെ ആഫ്റ്റർ റിട്ടയർമെന്റ് അവര് പുതിയ പുതിയ ആക്ടിവിറ്റീസിലേക്ക് ആളുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. കാരണം വെറുതെ ഇരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആ മൈൻഡ് റിഫ്രഷ് ആകില്ല. അപ്പൊ ശരിക്കും മൂവ്മെന്റും മൈൻഡും തമ്മിൽ കണക്റ്റഡ് ആണ്. ഏതൊരു പ്രായത്തിൽ പറഞ്ഞാലും പ്രായമാകുമ്പോൾ ഡെവലപ്മെന്റ് നടക്കുന്നില്ലായിരിക്കാം, ബട്ട് മൈൻഡിനൊരു റിഫ്രഷ്മെന്റ് ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുളിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു നമ്മളുടെ ബോഡിയിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ റിഫ്രഷ് ആകുകയാണ്. ഓക്കെ, നമ്മളുടെ ബാച്ചിൽ തന്നെ പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ഇപ്പം അനു പറഞ്ഞ പോലെ കാര്യങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മളുടെ മൈൻഡ് ഒന്ന് അങ്ങനെയുള്ള നമ്മളുടെ പല ലോസ് സംഭവിക്കുമ്പോഴും എന്ത് ആയാലും ലോസ് സംഭവിക്കുമ്പോൾ നമ്മൾ മൈൻഡിനെ റിഫ്രഷ് ആവാൻ നമ്മൾ വേറെ നമുക്ക് താല്പര്യമുള്ള ആക്ടിവിറ്റി ഡീവിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. ബട്ട് മേ ടേക്ക് ടൈം, കുറച്ച് സമയം എടുക്കുമായിരിക്കും നമുക്ക് ആ പഴയ ഇതിൽ നിന്നൊന്ന് പുറത്ത് വന്ന് പുതിയതുമായിട്ട് നമുക്ക് അത് യോജിച്ചു പോവാൻ. നമ്മളുടെ ഒരു ഇഷ്ടം, നമ്മളുടെ താല്പര്യം നോക്കി വേറൊരാള് പറയും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടാലും നമ്മൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ മൈൻഡ് കുറച്ച് റിഫ്രഷ് ആവും. സോ അത് ഏതൊരു പ്രായത്തിലും ആവശ്യമാണ്. കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്, അവർക്ക് റിഫ്രഷ്മെന്റ് അല്ല, ശരിക്കും അവർക്ക് ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ മറിയ മോണ്ടിസോറി അതാണ് പറയുന്നത്, മൂവ്മെന്റ് മേക്സ്, എല്ലാവരിലും മൂവ്മെന്റ് മാറ്റം വരുത്തും. ഇപ്പം ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് അവരുടെ ഇത് ഹീൽ ആവുന്ന ആ ഒരു ടൈം ആവുമ്പോൾ നടത്തി നോക്കും അല്ലെ, അവിടെയും മൂവ്മെന്റ് തന്നെയല്ലേ. അപ്പൊ ഹീലിംഗ് പ്രോസസ്സിന്റെ ഒരു പാർട്ട് തന്നെയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബോഡിയുടെ ഹീലിംഗ് ആയിരിക്കാം, ബട്ട് 2-3 സ്റ്റെപ്സ് വയ്ക്കുമ്പോൾ ഈവൻ ദോ പെയിൻ എടുത്താലും ആൾക്കൊരു ആശ്വാസം, ഐ ക്യാൻ സ്റ്റെപ്പ് ഔട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, സോ ഐ ക്യാൻ എന്നുള്ളൊരു ഫീല് മനസ്സിൽ വരും. സോ അങ്ങനെ അപ്പൊ അവിടെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങും കൂടിയാണ്. സോ മൂവ്മെന്റ് ഈസ് നെസസറി ഫോർ ഓൾ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ, അല്ലാതെ ഇതിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അറിയാൻ മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് മൂവ്മെന്റ് പറയുന്നു. നമുക്കത് നമ്മളുടെ തന്നെ രീതികളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നടന്നിട്ട് വരാം അല്ലെ, അങ്ങനെ പറയും. ഫ്രണ്ട്സുമായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറുമായിട്ട് നടക്കുന്നു, അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് പറ്റുന്ന സൗകര്യങ്ങളിൽ. സോ മൂവ്മെന്റ് ഈസ് ഒരു നെസസിറ്റി തന്നെയാണ് നമ്മളുടെ ലൈഫിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് മാത്രമല്ല, ലൈവ്ലി ആവുന്നുണ്ട് മൂവ്മെന്റ് നടക്കുമ്പോൾ. നമ്മൾ എന്തെങ്കിലും ഒരു ജീവി, ഇപ്പൊ ഒരു പെട്ടെന്നൊരു കിളി ഇങ്ങനെ താഴേക്ക് വീണു, നമ്മൾ ആദ്യം എന്താ പോയി നോക്കുന്നത്, അതിന് അനക്കം ഉണ്ടോ എന്നൊക്കെ, മൂവ്മെന്റ് ഉണ്ടോ, ദാറ്റ് മീൻസ് അത് ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാ. അനക്കം ഉണ്ടോ എന്നാൽ അതിന് ജീവനുണ്ട് അല്ലെ. അപ്പൊ മൂവ്മെന്റ് മീൻസ് ഇറ്റ് ഇസ് ലൈഫ്. ലൈവ്ലി ആയിട്ടിരിക്കാൻ മൂവ്മെന്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ മൈൻഡിന്റെ ഡെവലപ്മെന്റിനും മൂവ്മെന്റ് ആവശ്യമാണ്. ഇപ്പൊ ഡാൻസേഴ്സ് അവരെന്ന് വെച്ചാൽ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ മാത്രമല്ല,
ബ്രെയിനിന്റെ കോർഡിനേഷനും കൂടിയാണ് ശരിക്കും ഡാൻസ്. സെയിം തന്നെ കരാട്ടെ, അതിനും ഒരു റിഥം പോലെയുള്ള സ്റ്റെപ്സ് ഉണ്ടല്ലോ. കരാട്ടെ ആണെങ്കിലും അങ്ങനെ പല ജൂഡോ, അങ്ങനെ പല പല മാർഷൽ ആർട്സിന്റെ എന്ത് തന്നെയായാലും അതിനൊക്കെ ഒരു ഏത് ഡാൻസ് ഫോം ആണെങ്കിലും ശരി, അതിനെല്ലാം ഒരു റിഥമിലുള്ള ഒരു മൂവ്മെന്റ് ആണുള്ളത്. സോ ദാറ്റ് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ നമുക്കറിയാം ഹ്യൂമൻ ബേബീസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റില് ഹ്യൂമൻ ബേബീസ് അനിമൽ ബേബീസിനെ പോലെ ജനിച്ച ഉടനെ തന്നെ അവർക്ക് കാര്യമായ മൂവ്മെന്റ്സ് നടക്കുന്നില്ല ഹ്യൂമൻ ബേബീസില്. അനിമൽ ബേബീസ് പെട്ടെന്ന് തന്നെ എൻവയോൺമെന്റുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നു, അവർ എണീറ്റ് നടക്കുന്നു, തന്നെത്താനെ ഇത് പാൽ കുടിക്കുന്നു, അല്ലെങ്കിൽ ഇത് സീ ടർട്ടിൽ പറഞ്ഞു മുട്ടയിട്ടിട്ട് അങ്ങ് പോകും ബീച്ച് സൈഡില്. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളോട് ആരും പറഞ്ഞു കൊടുക്കണ്ട, അവര് നേരെ അവരുടെ വീട് കടലാന്ന് പറഞ്ഞ് അവര് കടലിലേക്ക് പോവുകയാണ് കടലാമകള്. ബട്ട് ഹ്യൂമൻ ബേബീസിന് അപ്പോഴും ഡെവലപ്മെന്റ് വന്നിട്ടില്ല, അവരുടെ മൈൻഡ് അപ്പോഴും ഒരു ഭ്രൂണാവസ്ഥയിലാണ്, സ്പിരിച്വൽ എംബ്രിയോ ആണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പോ ഈ മൂവ്മെന്റ്, എല്ലാ മൂവ്മെന്റ്സും ബേർത്തിൽ തന്നെ വരുന്നില്ല. കുട്ടിയുടെ ആക്ടിവിറ്റി വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് ഇങ്ങനെ ഫോം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വരണം. ഇവർ ഓരോ ആക്ടിവിറ്റി ചെയ്ത് നമ്മൾക്കറിയാം, കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്നു, ദൃഷ്ടി ഉറയ്ക്കുന്നു, നോക്കി ചിരിക്കുന്നു, കമിഴ്ന്ന് വീഴുന്നു, നീന്താൻ തുടങ്ങുന്നു, മുട്ടുകുത്തി എണീക്കാനായിട്ട് നോക്കുന്നു, ഇരിക്കുന്നു, ദെൻ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്നു, പിന്നെ നടക്കാൻ നോക്കുന്നു, അപ്പോഴൊക്കെ വീഴുന്നുണ്ടാവും, അവന് സ്റ്റെപ്സ് ഒക്കെ നോക്കുന്നു. അപ്പൊ ഓരോന്നും അങ്ങനെ ഫോം ചെയ്ത് വരുവാണ്. കുട്ടിയുടെ ഓരോ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഫോം ചെയ്ത് വരിക. പിന്നെ ഫുൾ ബോഡിയുടെ ബാലൻസ് കറക്റ്റ് ആവുന്നു, ബോഡിയിലെ പല ഫങ്ഷൻസിന്റെയും കൺട്രോൾ വരുന്നു, ലൈക്ക് യൂറിൻ പാസ് ചെയ്യുന്നത്, മോഷൻ പാസ് ചെയ്യുന്നതിന്റെ എല്ലാം ഫുൾ കൺട്രോൾ കിട്ടും, അതെല്ലാം വരുന്നു. ഇതെല്ലാം റിലേറ്റഡ് വിത്ത് ദ മൂവ്മെന്റ് ആണ്. അതൊക്കെ ഒരു നാച്ചുറൽ ഫങ്ഷൻസ് ആയിട്ട് ചൈൽഡ്ഹുഡിൽ അങ്ങനെ വരുവാണ്. അങ്ങനെ അത് പല രീതിയിലും അവർ ലേൺ ചെയ്ത് വരുക. ഈ ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം എത്ര വയസ്സുള്ളൊരു കുട്ടി അതെന്തെല്ലാം കാര്യങ്ങൾ തന്നെ ചെയ്യും. ഇപ്പൊ 3 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെത്താനെ ടോയ്ലറ്റ് പോകുന്നു, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പഠിക്കുന്നു, ഭക്ഷണം തന്നെത്താനെ കഴിക്കുന്നു, ഡ്രസ് ചെയ്യുന്നു, അൺഡ്രസ് ചെയ്യുന്നു, ചില കുട്ടികൾ കുളിക്കാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അവരുടെ സാധനങ്ങളെല്ലാം ഓർഡറിൽ വയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പഠിക്കുന്നു. പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചുള്ള കുറെ ഐഡിയാസ് അവർക്ക് കിട്ടും. അപ്പൊ ഇതെല്ലാം കുട്ടികളുടെ ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ്. ഇത് ഈ മൂവ്മെന്റ് അവരുടെ ഇന്റലക്ച്വലുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിക്ക് അറിയാം യൂറിൻ പാസ് ചെയ്യണം, ആ ഒരു തോട്ട്, ഇത് ട്രിഗർ ആവുമ്പോഴേക്കും അതിനറിയാം എന്താണ് ചെയ്യേണ്ടത്, ടോയ്ലറ്റിൽ പോകണം, ആ ഒരു ഫീൽ. ഇറ്റ്സ് ജസ്റ്റ് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ തന്നെയല്ലേ. സോ ഇന്റലക്ച്വൽ ഒരു പൾസ് പോലെ വരുന്നതാണ്. ഇപ്പൊ എല്ലാം കുട്ടി കോർഡിനേറ്റ് ചെയ്യുക, അവന്റെ ഓൺ മൂവ്മെന്റ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു, ഇമോഷൻസിനനുസരിച്ചും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാനും അറിയും. പെട്ടെന്ന് ഇപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും, ഇപ്പൊ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഇപ്പൊ ഉറുമ്പിനെ കാണുവാണെങ്കിൽ പെട്ടെന്ന് ഉറുമ്പാണ് കടിക്കും എന്നുള്ള ഒരു ഇത് മനസ്സിലാകും, അങ്ങനെ മാറി നിൽക്കും. മഴ പെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അവർ നാച്ചുറലി കൈയെടുത്ത് തലയുടെ മുകളിൽ വെക്കും, അല്ലെങ്കിൽ ഓടി അകത്തേക്ക് കയറും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ത്രൂ മൂവ്മെന്റ് തന്നെത്താനെ കൺട്രോൾ ചെയ്യും. എന്തെല്ലാം ആക്ഷൻസ് ചെയ്യണം അതെല്ലാം അറിയാം. പിന്നെ ചെളി പോലെ എന്തെങ്കിലും കിടക്കുവാണെങ്കിൽ അവിടെ ചവിട്ടാതെ പോകുന്നു, അങ്ങനെ എല്ലാം തന്നെത്താനെ അവരിൽ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ചൊന്ന് വായിക്കാം അല്ലെ ആരെങ്കിലും. അടുത്ത പാരഗ്രാഫ് തുടങ്ങി നെക്സ്റ്റ് ടോപ്പിക് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്. അതുവരെയും ആരെങ്കിലും ഒന്ന് വായിച്ചു. The movements the child obtained are not chosen haphazardly തുടങ്ങിയിട്ട് വായിക്കണം. ഞാൻ വായിക്കാം. The movement the child obtained are not chosen haphazardly but are fixed in the senses that each proceeds out of a particular period of improvement. When the child begins to move, his mind, able to observe, has already taken in his surroundings. He is directed by a cryptic power, great and wonderful, that he manifested little by little. In this way, he becomes a man.
He does it with his hands by experience. First in play, then through work. The hands are the instruments of man's intelligence. He made his mind step by step till it becomes enchanted of memory, the power to understand and the capacity to think. The human hands allows the mind to reveal itself. It enables the whole being to enter into a special relationship with its environment. His hands, under the guidance of his intellect, transforms this environment and thus enables him to fulfill his mission in the world. The education of the movement is very complex as it must coincide with all the coordinated movements which the child has to enact in his psychological organism. അത്രയും മതിയോ മാം? യെസ്, മതി. അപ്പോ റാൻഡം ആയിട്ടൊന്നും വരുന്നതല്ല ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത്. കാരണം കുട്ടിക്ക് അറിയാം എപ്പോ ഇരിക്കണം, എപ്പോ എഴുന്നേക്കണം, എപ്പോ നടക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പൊ അതെല്ലാം ഒരു ഫിക്സഡ് ആയിട്ടാണ്. ഹഫാസിലി എന്ന് പറഞ്ഞാൽ റാൻഡംലി മൂവ്മെന്റ്സ് ഇങ്ങനെ കുട്ടിക്ക് കിട്ടുന്നത് അങ്ങനെ റാൻഡം ആയിട്ടൊന്നുമല്ല, എപ്പോഴെങ്കിലൊക്കെ ഇരുന്നു അങ്ങനെയല്ലേ. നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്കറിയാം. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന്റെ പാറ്റേൺ നമുക്കറിയാം. സോ അത് ഒരു ഫിക്സഡ് പാറ്റേൺ ആണ്. ഇതുപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റിനും ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പീരീഡിലും എന്താണ് അവരിൽ കേപ്പബിലിറ്റി വരുന്നത്, അതായത് ഓരോ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ ഏജ് സ്പാനിലും കുട്ടി മൂവ് ചെയ്യുമ്പോൾ അവന്റെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവര് പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു, മീൻസ് അബ്സോർബ് ചെയ്യുന്നു. സറൗണ്ടിങ്സ് ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ കുയിലിന്റെ കൂവ് കേട്ടാൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും ഇവരങ്ങനെ. അല്ലെങ്കിൽ ദൂരെ നിന്ന് ഇവരുടെ വളരെ ക്ലോസ് ആയിട്ട് ആരാണോ, അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടിച്ചിരുന്നു. ഇതെല്ലാം ദാറ്റ് ഇസ് ഓൾ റിലേറ്റഡ് വിത്ത് ദ ഇന്റലക്ച്വൽ. അപ്പോൾ അതിന്റെ ഇതായിട്ട് അവർക്ക് ഉണ്ടാകുന്നത് മൂവ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പവർ കിട്ടുവാണ്, ഒരു വണ്ടർഫുൾ. നമുക്ക് ചെറിയ കുഞ്ഞുങ്ങള് അച്ഛനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം അത് മാറുന്നതൊക്കെ കാണുമ്പോൾ എല്ലാരും ഭയങ്കര അമേസിംഗ് ആയിട്ട് പറയില്ല, ഓ അച്ഛനെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. മേ ബി വളരെ കുറച്ച് സമയമായിരിക്കും ആ ഒരു ഡേയിൽ കാണുന്നത്, ആള് പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ആ ഒരു 6 month ആവുന്ന കുട്ടികളോട് അടുത്തൊരു വെച്ചിട്ടുണ്ട്. 6 month അച്ഛൻ ഡ്രൈവറാണ്, ട്രാവലറൊക്കെ ഓടിക്കുന്നത്. രാവിലെ പോയി കഴിഞ്ഞാൽ കുഞ്ഞ് എണീക്കണേന് മുമ്പായിരിക്കും പോകുന്നത്. വൈകുന്നേരം ചിലപ്പോ 5 മണിയൊക്കെ ആവുമ്പോ സ്കൂൾ ഓട്ടവും കൂടെ കഴിഞ്ഞിട്ടൊക്കെയാ തിരിച്ചു വരിക. വരുന്നത് കാണുമ്പോഴേ ഇതങ്ങ് ചാടി ചെല്ലും. അപ്പൊ അങ്ങനെ ആ ഒരു അവിടെ ഒരു ബോണ്ടിങ് ആണല്ലോ. ശരിക്കും അത് അതിന്റെ എല്ലാ കാര്യങ്ങളും പലതും അത് അബ്സോർബ് ചെയ്യുന്നു, അത് സറൗണ്ടിങ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ മൂവ്മെന്റ് റിലേറ്റഡ് വിത്ത് മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ. പിന്നെ എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ ഹാൻഡ് ആണ് ശരിക്കും ഇവരുടെ ടൂൾ എന്ന് പറയാം. കൈകൾ യൂസ് ചെയ്തിട്ടാണ് അവർ പല ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അപ്പോ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും അത് ദേ ആർ യൂസിങ് ദെയർ ഹാൻഡ്സ്. അവര് ആദ്യമേ കളിക്കാൻ തുടങ്ങും അല്ലെ. പിന്നെ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മലർന്ന് കിടക്കുന്ന സമയമാണെങ്കിലും ഇവിടെ കൈ ആയിരിക്കും കൂടുതൽ മൂവ് ചെയ്യുന്നത്. ആ ഒരു എണീക്കാനോ നീന്താനോ തുടങ്ങും ആ പ്രായത്തിന് മുമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് കൈ ഇങ്ങനെ ബോക്സിങ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പൊ ഇവരുടെ ടൂൾ എന്ന് പറഞ്ഞ മെയിൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാൻഡ്സ് ആണ്. അത് വെച്ച് പ്ലേ ചെയ്യുന്നു. ഹാൻഡ്സ് ഇവരുടെ ഇൻസ്ട്രുമെന്റ് ആണ്, ആളുകളുടെ ഇന്റലിജൻസിന് ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ മൂവ്മെന്റ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഇന്റലക്ച്വൽ ആണെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മെമ്മറി ഓൾസോ. ആ മെമ്മറി കപ്പാസിറ്റി അത് ബിൽഡ് ചെയ്യുന്നത് ത്രൂ തിങ്കിങ്, തോട്ട് പ്രോസസ്. പരീക്ഷയ്ക്ക് കുട്ടികൾ എഴുതുമ്പോൾ എന്താ പഠിച്ചു വെച്ചത് മെമ്മറിന്ന് ഓർത്തെടുത്ത് എഴുതുവാണല്ലേ. ഇവിടെ നമ്മളൊരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് പറയുന്നത് മൂവ്മെന്റ് ഈസ് കണക്റ്റഡ് വിത്ത് മൈൻഡ്, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മെമ്മറി. സോ നല്ലൊരു മെമ്മറിക്ക് നല്ല ഒരു മൂവ്മെന്റ് വേണം. ചില കുട്ടികൾ കാണാറില്ലേ, എന്തെങ്കിലും പഠിക്കുമ്പോൾ അവരൊരു താളത്തിൽ നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലെ. അവർക്ക് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നടന്ന് പഠിക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒന്ന് എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. സോ സംതിങ് ഇസ് റിലേറ്റഡ് വിത്ത് മൂവ്മെന്റ്. ആ ഒരു മെമ്മറി മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. ചിലരിങ്ങനെ ആടി പഠിക്കുന്നുണ്ടാവും. ടേബിൾസ് പണ്ടൊക്കെ നമ്മളുടെ കാലത്തിൽ പഠിക്കുമ്പോൾ നമ്മൾക്കൊരു റിതം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യും ആ ടേബിൾസ് പറയുമ്പോൾ. അതുപോലെ പല കുട്ടികളും പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് ഒരു റിതം അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ മെമ്മറി. സോ ഹ്യൂമൻ ഹാൻഡ്സ് നമ്മളുടെ മനസ്സിനെ തന്നെയാണ് റിവീൽ ചെയ്യുന്നത്. ശരിക്കും ആ മൈൻഡ് റിവീൽ ആവുന്നത്
ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യും കുട്ടികളെ വളരെ പെട്ടെന്ന്. കാരണം ഇവരുടെ സെൻസിറ്റീവ് പീരീഡ് ആണ്, അബ്സോർബൻ മൈൻഡ് ആണ്. അപ്പോൾ എന്തെല്ലാം ചുറ്റുപാടും കേൾക്കുന്നു, അത് കാണുന്നു, കേൾക്കുന്നു, അതിനെ അവർ കണക്ട് ചെയ്യുന്നു, അത് ഓരോ മെമ്മറിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ ഹാൻഡ് ആണ് ടൂൾസ്. ഇവരുടെ മൂവ്മെന്റിലാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് ഹാൻഡ് ആണ്. ഓക്കെ, സോ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു ലേണിംഗ് പ്രോസസ്, ആ ലേണിംഗ് പ്രോസസ്സിൽ പലപ്പോഴും അത് മൂവ്മെന്റുമായിട്ട് കോർഡിനേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ചില കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ ബോഡിയുടെ ഒരു മൂവ്മെന്റ്, ഒരു റിതമിൽ നിന്ന് ആടി ആടി അവർ പഠിക്കുന്ന കാണാം. ആ റിതം അവരിൽ മാറ്റം വയ്ക്കും. നമ്മളൊരു ട്രെയിനിങ്ങിന് കുട്ടികളെ കൊണ്ടുപോയ സമയത്ത് 14 ജില്ലകൾ എങ്ങനെ പഠിക്കും എന്നുള്ളത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടായി. അപ്പൊ ഈ ഓരോ ജില്ലയുടെയും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെ ഓരോ ജില്ലകൾക്ക് ഉണ്ടാവും ഓരോ സ്പെഷ്യാലിറ്റി. ആ സ്പെഷ്യാലിറ്റി കൈകൊണ്ട് നമ്മൾ ആക്ഷൻ കാണിച്ച്, ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന പോലെ കാണിച്ചിട്ടും, പിന്നെ വയനാട് ആ ചുരത്തിന്റെ ഇത് കാണിച്ചിട്ടും, അങ്ങനെ അങ്ങനെ കുറെ ഓരോ ജില്ലയ്ക്കും ഓരോ സ്പെഷ്യാലിറ്റി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത്. അപ്പൊ അത് ഓർത്തോർത്തോർത്ത് ഓരോ ജില്ല, ഒന്നാമത്തെ ട്രിവാൻഡ്രം ആണെങ്കിൽ 2 കൊല്ലം, അങ്ങനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ആ ഋതത്തിൽ തന്നെ പഠിച്ചു. എന്നിട്ട് ഒരു കുട്ടിയോട് ഒന്ന് എണീറ്റ് നിന്ന് അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്തേ ചെയ്യുന്ന വെച്ചാൽ അവൻ നിന്ന് ആടി ആടി പറയുവാണേ. അപ്പോ പെട്ടെന്ന് അവനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു, ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തു. ആട്ടം നിർത്തിച്ചിട്ട് അങ്ങനെ സ്റ്റാൻഡ് സ്റ്റിൽ ആക്കി പറയാൻ വന്നപ്പോഴേക്കും അവനാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഓർക്കണം, +2 പഠിക്കുന്ന കുട്ടിയാണ്. അതുവരെയും കറക്റ്റ് പറഞ്ഞു തന്നപ്പോ അപ്പൊ അവന്റെ വേ ഓഫ് ലേണിങ്ങിന്റെ മൂവ്മെന്റ്, അവന്റെ ബോഡിയുടെ ആ ഒരു ഇങ്ങനെയുള്ള ഒരു സിങ് ചെയ്യുന്ന പോലത്തെ ഒരു ആട്ടായിരുന്നു. അതിനൊരു ഇന്ററപ്ഷൻ വന്നപ്പം അവൻ പെട്ടെന്ന് അവന്റെ മെമ്മറിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിന്റെ ആ ഒരു എന്താ പറയുക, ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ അവനെ വീണ്ടും ആദ്യം തുടങ്ങിയിട്ട് അവന്റെ രീതിക്ക് തന്നെ ചെയ്യാനായിട്ട് അലോ ചെയ്തപ്പോ അവൻ അത് കറക്റ്റ് പറഞ്ഞു. സോ അതാണ് മൂവ്മെന്റ് ഈസ് റിലേറ്റഡ് വിത്ത് മൈൻഡ്, ഇന്റലക്ച്വൽ ആൻഡ് മെമ്മറി. Okay, so next one, importance of movement. നമുക്കറിയാം കുട്ടിയുടെ ഡെവലപ്മെന്റ് 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, സെൻസറി ആക്ഷൻസ് ആൻഡ് മോട്ടോർ ആക്ഷൻസ്, അല്ലെ? അപ്പൊ മൂവ്മെന്റ് നടക്കുമ്പോൾ ഇവന്റെ മസിൽസിലും വ്യത്യാസങ്ങൾ വരികയാണ്. പ്രായമായ ആൾക്കാർ പറയും കുട്ടി അധികം നേരം എടുക്കണ്ട, അവർ കിടന്ന് കളിക്കട്ടെ. ഇപ്പൊ കിടക്കണ പ്രായമാണെങ്കിൽ കിടന്ന് കളിക്കട്ടെ, കൈയും കാലും ഒക്കെ അനക്കി കളിക്കട്ടെ എന്നൊക്കെ പറയും. തന്നെ നടക്കട്ടെ, നടക്കാറാവുമ്പോഴേക്കും തന്നെ അവര് നടക്കട്ടെ, അവര് തന്നെ ചിലപ്പോ വീഴുമായിരിക്കും, പക്ഷെ എന്നാലും അവർ തന്നെ നടക്കട്ടെ, അപ്പോഴാണ് കാലൊക്കെ നല്ല സ്ട്രോങ് ആവുള്ളൂ എന്ന് പറയും. സെയിം തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് പറയുന്നത്. സമയമുണ്ട്. ആരെ പെട്ടെന്നൊന്ന് ക്ലിയർ ആയിട്ട് വായിക്കാം ഈ ഒരു പാരഗ്രാഫ്? കുറച്ചങ്ങ് വായിച്ചു, ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. Yes. Importance of movement. Freedom of movement grants the child the convenience to observe and explore the prepared environment. Consequently, the Montessori child activity uses and refines her senses as she observes the world around, while the child in the traditional classroom is generally confined to her desk, left almost exclusively to listen. The child in a Montessori classroom is an active rather than a passive learner who makes good use of all his field while openly moving about the prepared environment. Moreover, movement is connected to divine development. Physical activity nurtures the whole being, including the spirit. Montessori accepted. If muscles which should normally be functioning and dormant, there is not only a physical but a physical depression as well. This is why action can have an influence also upon one's spiritual energies. Without activity, a child's energy supply is drained, causing learning to be
more difficult task than it would be if there was a freedom to move. Dr. Montessori emphasized, in fact, it is only by movement that the personality can express itself. Freedom of movement clearly related to freedom in general. Montessori believed that a child who is in control of himself, prepared to make analytical choice and resist fleeting, illogical temptations, is free. Therefore, freedom goes hand in hand with responsibility and self-discipline. Within the prepared environment, the child is allowed to develop his focus, become self-disciplined, and act with responsibility. He is by that able to become truly free. Okay, Shanti, thank you. സോ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് അതാണ് പറഞ്ഞത്. ട്രഡീഷണൽ ക്ലാസ് റൂമും ഒരു മോണ്ടിസോറി ക്ലാസ് റൂമും പറയുവാണെങ്കിൽ, ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കുട്ടി ഒരു പെർട്ടിക്കുലർ സീറ്റിൽ, അവന് അസൈൻ ചെയ്തിരിക്കുന്ന ആ സീറ്റിൽ ഒരു ഡെസ്കിന്റെ ഒരു ലിമിറ്റില് അവിടെ തന്നെ ഇരിക്കും. അവിടെ മൂവ്മെന്റ് കുറവാണ്. ടീച്ചർ എന്തെങ്കിലും കാര്യത്തിന് എണീപ്പിക്കുമ്പോ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ അലോ ചെയ്യണം മൂവ് ചെയ്യാനായിട്ട്. മീൻസ് ക്ലാസ്സിൽ ടീച്ചർ ആയിരിക്കണം അലോ ചെയ്യേണ്ടത്. ബട്ട് മോണ്ടിസോറി മെത്തേഡിലാണെങ്കിൽ അവര് ഇതുപോലെ തന്നെ കൺഫൈൻഡ് ആയിട്ട് ഒരു സീറ്റോ ഡെസ്കോ അങ്ങനെയൊന്നുമില്ല. അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇരുന്ന് ആ ആക്ടിവിറ്റി ചെയ്യാനാണ് താല്പര്യം, അവിടെ ഇരുന്ന് ചെയ്യും. വൺസ് ആ ആക്ടിവിറ്റി മതി, ഈ വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുക, ഗാർഡനിലേക്ക് പോവാം. സോ ഹി ഹാസ് ദ ഫ്രീഡം. അപ്പൊ അതിനാ വരാന്തയിലൂടെ ഗാർഡനിലേക്ക് തന്നെ പോവാനായിട്ട് പറ്റും. അതാണ് അപ്പൊ ഓൾമോസ്റ്റ് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കുട്ടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ അവിടെ കുട്ടിയുടേതായിരുന്ന മൂവ്മെന്റ്സോ ഡെവലപ്മെന്റോ കാര്യങ്ങളൊന്നും നടക്കും. ഇവിടെ ആക്റ്റീവാണ് ഈ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ആക്റ്റീവ് ലേണിംഗ് ആണ്. ഓൾ ദ തിങ്സ് ആർ ലേൺ ത്രൂ ആക്ടിവിറ്റീസ്. മറ്റേത് പാസീവ്, ഒരാളിങ്ങനെ പറയുന്നു, ദെൻ അത് കേട്ടുകൊണ്ടിരിക്കുന്നു, അത് ബുക്കിൽ എഴുതണമെങ്കിൽ ബുക്കിൽ എഴുതുന്നു, ഒരു പ്രോബ്ലം ചെയ്യാൻ പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതിരുന്ന് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരാൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള ലേണിംഗ് ആണ് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നടക്കുന്നത്. ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ഓൾറെഡി മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് അത് മോഡിഫൈ ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രിപ്പയർ എൻവയോൺമെന്റിലേക്ക് കുട്ടിയുടെ മൂവ്മെന്റ് അത് എല്ലാ ഏരിയയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ കൂടുതൽ നർച്ചർ ചെയ്യും. അല്ലെ, നമ്മള് ഫസ്റ്റ് യൂണിറ്റ് ഒക്കെ പഠിച്ചപ്പോ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്. ബട്ട് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ഡെയിലി എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ചെയ്യും. അപ്പൊ ഈ മൂവ്മെന്റ് കൊണ്ട് കുട്ടികളിലും അത് തന്നെയാണ് വരുന്നത്. അവരെ നർച്ചർ ചെയ്യുന്നു. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഒബിസിറ്റി ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. ഇവിടെ കുട്ടി എനഫ് ഫുഡ് കിട്ടുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഫിസിക്കൽ മൂവ്മെന്റ്സും ഉണ്ട്. സോ നർച്ചറിങ് പോസിബിൾ ആകുന്നു, പോഷണം ആ ഒരു രീതിയിൽ. മസിൽസ് നോർമൽ ആയിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നു, ആക്റ്റീവ് ആണ്, ഡോർമെന്റ് ആണ്. സോ അത് ഫിസിക്കലി മാത്രമല്ല, സൈക്കിക് മെന്റലി അത് മസിൽസ് മൂവ് ചെയ്യുമ്പോൾ ശരീരത്തിന് മാത്രമല്ല മൈൻഡിനെയും അത് ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ഒരിടത്ത് മാത്രം ഒതുങ്ങി കൂടി ബെഡിൽ തന്നെ ഫുൾ ടൈം കിടക്കുമ്പോഴേക്കും എപ്പോഴും ഒരു തളർച്ചയായിരിക്കും അല്ലെ. ഒന്നും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റും ഒന്നിനോടും ഉണ്ടാവില്ല. ആ ഒരു രീതിയിലായിപ്പോ. അതേസമയം ചിലരെ കാണുമ്പോൾ പറയില്ലേ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര പ്രത്യേക വൈബാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ് മീൻസ് അവർ ഭയങ്കര എപ്പോഴും അവർ ആക്റ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ കുട്ടിയുടെ എനർജി അത് അങ്ങനെ ഡ്രെയിൻഡ് ആയിട്ടാവും പോയി എന്നാണ് പറയാ മോണ്ടിസോറി പറയുന്നത്. ചുമ്മാ വേസ്റ്റ് ആയി പോകുന്ന പോലെ ആ ഒരു രീതിയിലായിരിക്കും. അപ്പൊ ലേണിംഗ് എല്ലാം ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയി മാറും. കാരണം മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്, മെമ്മറിയുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ലേണിംഗ് പ്രോസസ് ശരിയായ രീതിയിൽ നടക്കില്ല മൂവ്മെന്റ് ഇല്ലെങ്കിൽ.
ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇവർക്ക് ഫ്രീഡം ഉണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ്. ഇപ്പൊ എല്ലാത്തിനുമുള്ള ഒരു ഫ്രീഡം അവർക്ക് അവിടെ കിട്ടും. മോണ്ടിസോറി പറയുന്നത് കുട്ടി സ്വന്തം മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു, അവന്റെ ബാലൻസ് എല്ലാം കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യാനും റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇതെല്ലാം കുട്ടിയിൽ കൂടുകയാണ് ചെയ്യുന്നത്. അതെല്ലാം അത് എന്താ ബൈ പ്രോഡക്ട്സ് പോലെ അവനിൽ കിട്ടുക. ഈ മൂവ്മെന്റ് കൊണ്ട് അവന്റെ ബോഡിയിൽ മാത്രമല്ല നർച്ചറിങ് സംഭവിക്കുന്നത്, മൈൻഡിലും നർച്ചറിങ് സംഭവിക്കുന്നു, അവന്റെ ഇന്റലക്ച്വൽ ലെവലിൽ മാറ്റം വരുന്നു. സോ മൂവ്മെന്റ് കൊണ്ട് ഒരു ബോണസ് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എല്ലാം അവനുള്ള അവന്റെ സ്വന്തം ബോഡി മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ബോഡിയിലെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ബാലൻസ് നേരെയാകുന്നു. അല്ലെ, പ്രോപ്പർ ആയിട്ട് നടക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കും. വീടില്ല, ആദ്യം അവർ വീണ് പിന്നെ ശരിക്കും നടക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഇവർ. അതുപോലെ ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം അങ്ങനെ ഓരോന്നായിട്ട് ഓരോരോ ബൈ പ്രോഡക്ട്സ് കിട്ടുന്ന പോലെ, ബോണസ് കിട്ടുന്ന പോലെ ഇവരിൽ ഓരോന്നും തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നു. എല്ലാത്തിനും കാരണം മൂവ്മെന്റ് ആണെന്നാണ് പറയുന്നത്. ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് മസിൽ ഡെവലപ്മെന്റ് മാത്രമല്ല, മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഫീലിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അല്ലെ, ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയും ചില കുട്ടികളെ കുറിച്ച്. ഇവരുടെ ഹൈപ്പർ ആക്റ്റീവ് എന്നുള്ള ആ എനർജീനെ നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ആ എനർജി അവിടെ യൂസ് ചെയ്യപ്പെടും. കുട്ടി ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നതിനേക്കാൾ ശരിക്കും ഹൈപ്പർ ആക്റ്റീവ് ഒരു കണക്കിന് കുട്ടികളിൽ നല്ലത് തന്നെയാണ്, ഒരു ലെവല് വരെ. വെറുതെ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയെക്കാളും എന്തുകൊണ്ടും ഹൈപ്പർ ആക്റ്റീവ് അവര് തന്നെയാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അവരുടെ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നു, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്. അതാണ് പറയുന്നത്, ഒരു ബോഡി മൂവ്മെന്റ്സ് കൊണ്ട് കുട്ടിയിൽ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. ഇൻഡിപെൻഡന്റ് ആവുന്നു, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ് ലെവൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരിൽ ഫോം ചെയ്യുവാണ്. ബാലൻസ്, കോർഡിനേഷൻ, സ്മാർട്ട്നെസ്, അജിലിറ്റി, ആ ഒരു വിജിലന്റ്, അലേർട്ട് ആയിട്ടിരിക്കുന്ന സ്മാർട്ട്നെസ്, അതെല്ലാം. പിന്നെ ലാംഗ്വേജ് ഫോം ചെയ്യുന്നു, നോർമലൈസേഷനിലേക്ക് കുട്ടിയാകുന്നു. അപ്പൊ അങ്ങനെ ടോട്ടലി എന്താ സംഭവിക്കുന്നത്, ഒരു ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്, അതല്ലേ ഒരാൾക്ക് വേണ്ടത്. ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്, സൗണ്ട് മൈൻഡ് ഇൻ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞ പോലെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിലേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ മൂവ്മെന്റ് ആണ് ഇതിനെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്, നത്തിങ് ബട്ട് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ഫ്ലഷ് നമ്മുടെ ബോഡി. മോണ്ടിസോറി പറയുന്നത് ഡ്യൂറിങ് ഇൻഫന്റ് സ്റ്റേജസ് കുട്ടിക്ക് പല ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, പല ഡിമാൻഡ്സ്, പല കാര്യങ്ങൾ വേണം, വാണ്ട്സ് ടു, പലതും ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവും, വാണ്ട്സ് ടു ഡു മെനി തിങ്സ്. ചില കുട്ടികൾ കാണാറില്ലേ, ഇങ്ങനെ മറിഞ്ഞ് ചാടിയൊക്കെ പോകുന്നു, സ്പൈഡർമാൻ കാണിക്കുന്ന പോലെ കാണിക്കും, പിന്നെ കട്ടിലിൽ കിടന്നിങ്ങനെ തലകുത്തി മറിയും, അങ്ങനെയൊക്കെ. ബട്ട് അത് ചെയ്യാനുള്ള പവർ അവർ ഫോം ചെയ്യണം. അതായത് സ്പിരിറ്റ് ഈസ് വില്ലിങ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. ആ ഒരു രീതിയിൽ വരരുത്. ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോഡിയാണ്. അതായത് ഇപ്പൊ മസിൽ മൂവ്മെന്റ്സ് നല്ല സ്ട്രോങ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് തലകുത്തി മറിയണം എന്ന് അവന് തോന്നിയാൽ അവന് തലകുത്തി മറിയാൻ പറ്റൂ. സോ അവർക്ക് ആ കൺട്രോൾ ഉണ്ടാവും അവരുടെ ബോഡിയുടെ. സോ മനസ്സിൽ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ഓടിച്ചാടി നടക്കണം എന്ന്, പക്ഷെ ബോഡി ഭയങ്കര വീക്കാണ്, മസിൽസ് അങ്ങോട്ട് ഡെവലപ്പ് ആകുന്നില്ല. ആ മസിൽസ് സ്ട്രോങ് ആവണമെങ്കിൽ മൂവ്മെന്റ് ഈസ് നെസസറി. ഇപ്പൊ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ്, ഇൻസ്ട്രുമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ബർത്ത് ടൈമിൽ അറിയാം ആ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഒക്കെ വളരെ കുറവായിരിക്കും. കുറച്ച് വലുതായി വരുമ്പോഴാണ് ഇവരുടെ നെർവസ് സിസ്റ്റം എല്ലാം മെച്യൂർ ആയിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെ കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ് വിച്ച് ക്രിയേറ്റ്സ് മൂവ്മെന്റ്, ഇത് മൂവ്മെന്റിലൂടെ ക്രിയേറ്റഡ് ആവും. സോ ഇൻ ഷോർട്ട് പറഞ്ഞിരിക്കുന്നത് ബോഡിയും മൈൻഡും കണക്റ്റഡ് ആണ്. ത്രൂ ബോഡി മൂവ്മെന്റ്സ് മൈൻഡ് ഡെവലപ്പ് ആകും. നെക്സ്റ്റ് മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമുലേഷൻ. അസിമുലേഷൻ മീൻസ് അബ്സോർപ്ഷൻ, ഉൾക്കൊള്ളുന്നത് അല്ല, അബ്സോർബ് ചെയ്യുക. നമുക്കറിയാം അബ്സോർബൻ മൈൻഡ് ആണ് കുട്ടികളുടെ എന്ന് മറിയാം മോണ്ടിസോറി പറയുന്നുണ്ട്. കുട്ടി സെൽഫ് കൺസ്ട്രക്റ്റഡ് ആവുന്നത്, സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, സ്വയം ഡെവലപ്പ് ആകുന്നത് ത്രൂ മൂവ്മെന്റിലാണ്. നമ്മൾ കുഞ്ഞ് ജനിച്ച ഉടനെ
കുട്ടിയുടെ ഓരോരോ ചേഞ്ചസ് നമ്മൾ ഓരോരോ സ്റ്റേജിൽ പറഞ്ഞു. അപ്പൊ ത്രൂ മൂവ്മെന്റ് ആണ് ആ ചേഞ്ചസ് എല്ലാം വരുന്നത്. ഈ മൂവ്മെന്റിലൂടെയാണ് ഇവരുടെ ആക്ച്വൽ ലേണിംഗ് നടക്കുന്നത്. മെന്റൽ പവറും ഇംപ്രൂവ് ചെയ്യുന്നത് ഇതുപോലുള്ള ആക്ഷൻസ്, മൂവ്മെന്റ്, സെൻസേഷൻ, പല കാര്യങ്ങളുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ആണ് മെന്റൽ പവേഴ്സ് ഇംപ്രൂവ് ആവുന്നതിന് കാരണം. Then through movement, concentration, പല പല ബൈ പ്രോഡക്ട്സ് കിട്ടുന്നു എന്ന് പറഞ്ഞില്ലേ. കോൺസെൻട്രേഷൻ, പുതിയ കാര്യങ്ങൾ ഡിസ്കവറി ചെയ്യുന്നു, റിപ്പിറ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് അതാണ് പലതും നമ്പർ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കതൊന്ന് വായിക്കാം. 3 കുറച്ച് കാര്യങ്ങളുണ്ട്. 4, 5. ഓക്കെ, ഓരോരുത്തർക്കായിട്ട് വായിക്കാം. കുറച്ച് പേര് അത് ആ ഭാഗം ഒന്ന് വായിക്കാം. സോറി. Movement and discovery. അതിലെ ഫസ്റ്റ് വൺ, മൂവ്മെന്റ് ആൻഡ്, യെസ് പ്ലീസ്. യെസ്. മൂവ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ. കേൾക്കുന്നുണ്ടോ മാം? യെസ്, കേൾക്കാം. Okay. According to Montessori, many schools use a variety of ways, such as visual aids, stories, the capability of the teacher's manners, etc., to obtain attention and concentration of the children. Montessori believed that for concentration to come, children must be engaged with the material, always with material, never without material. This material must be object which does not interest in an abstract manner, but it must lend itself to a positive activity, which the child is led to repeat the movement again and again. She further remarked that this movement must have an intellectual atmosphere. സോ മൂവ്മെന്റ് ആൻഡ് ഡിസ്കവറിയിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറയുന്നത്, മൂവ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ. മറിയ മോണ്ടിസോറി പറയുന്നത് വിത്ത് മെറ്റീരിയൽസ് മാത്രമാണ് അതിലൂടെ ആക്ടിവിറ്റി ചെയ്താണ് ഇവരിൽ കോൺസെൻട്രേഷൻ വരുന്നത്. പല സ്കൂളുകളിലും വേറെ പല മെത്തേഡ്സ് അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വെറൈറ്റി ഓഫ് വേസ് യൂസ് ചെയ്യുന്നുണ്ട്, വിഷ്വൽ ആർട്സ്, സ്റ്റോറീസ്. ബട്ട് ഇതിനേക്കാളും കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി തന്നെ അവർക്ക് അവരായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നണം. ഒരു വിഷ്വൽ ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു വേറൊരാൾ കാണിച്ചു കൊടുക്കുക, കുറച്ചു നേരം ശ്രദ്ധിക്കുമായിരിക്കും. മോണ്ടിസോറിയുടെ ഒരു ഒബ്സർവേഷൻ ആണ്. ബട്ട് അതേസമയം ഇവർക്ക് തന്നെ ചെയ്യാനായിട്ടൊരു മെറ്റീരിയൽ കിട്ടുമ്പോൾ അവര് കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. അത് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ ഒരു സെൽഫ് പ്രൈഡ്, ഒരു ആത്മാഭിമാനം, ഞാനിത് ചെയ്തല്ലോ, ഒരു അച്ചീവ് ചെയ്തൊരു ഫീൽ അവർക്ക് വരും. അപ്പൊ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആയിരിക്കണം, അതായത് ടാൻജിബിൾ, റിയൽ ആയിരിക്കണം, സംതിങ് കണക്റ്റഡ് വിത്ത് റിയാലിറ്റി. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം, അബ്സ്ട്രാക്ട് മാനറിലുള്ളതാവരുത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഒരു പോസിറ്റീവ് ആക്ടിവിറ്റി ആയിരിക്കണം. ലൈക്ക് ഒരു ഡോള് കൊടുക്കുന്നു, കുട്ടിക്ക് ദേഷ്യം വരുമ്പോൾ ഡോള് പിടിച്ച് വലിച്ച് നശിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ ഡോളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ രീതിയിലാവരുത്. ഒരു പോസിറ്റീവ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കുട്ടി അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ആ ആക്ടിവിറ്റി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇത് ഒരു ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ കുട്ടിക്ക് ആ ഒരു രീതിയിൽ അറ്റ്മോസ്ഫിയർ ആക്കിയെടുക്കണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. സോ വിത്ത് മെറ്റീരിയൽസ് കുട്ടിക്ക് ആക്ടിവിറ്റി കൊടുക്കുക. ആ മെറ്റീരിയൽസ് റിയൽ ആയിരിക്കണം, അബ്സ്ട്രാക്ട് ആകരുത്, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ആക്ടിവിറ്റി ആയിരിക്കണം. അത് കുട്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, മൂവ്മെന്റ്, റിപ്പിറ്റേഷൻ ആൻഡ് ഡിസ്കവറി. Yes, please. ആരാ വായിക്കുക? മൂവ്മെന്റ്, Yes. ഞാൻ വായിക്കാം മാം. Movement, repetition and discovery. Montessori believed that even when a child has been taught and he understands what he has learned, it is important that the child must go on repeating the same exercise again for sheer love for it.
It is like being introduced to a person and staying with him and enjoying the times spent with him. ഇപ്പൊ മോണ്ടിസോറി പറയുന്നത് വെച്ചാൽ കുട്ടികൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് അതിനോടുള്ള ഒരു ഷീർ ലവ്, കംപ്ലീറ്റ് ലവ് ആണ് അല്ലെ. ചില കുട്ടികളെ കാണാറില്ലേ, ചില ആളുകളോട് ഇടപഴകി കഴിയുമ്പോൾ അവരോട് ഭയങ്കരമായിട്ട് ക്ലോസ് ആവും, അവരുടെ കൂടെ തന്നെ ഇരിക്കും, നിൽക്കും, അവരുടെ കൂടെ വേണമെങ്കിൽ അന്ന് കിടന്നുറങ്ങും, അങ്ങനെയുള്ള രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് പോരുന്ന പോലെ തന്നെ ഒരു മെറ്റീരിയൽ വെച്ചൊരു ആക്ടിവിറ്റി കൊടുക്കുന്നത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ആ ആക്ടിവിറ്റിയോട്, ഇപ്പം മോണ്ടിസോറി കൗണ്ട് ചെയ്തിട്ടുണ്ട് ചില ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അന്നത്തെ ദിവസം ചെയ്തു, പിറ്റേ ദിവസം വന്നിട്ട് മോർണിംഗ് ഫസ്റ്റ് തന്നെ ആ മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ അത് അവന് ആ മെറ്റീരിയലിനോടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയോടുള്ള കംപ്ലീറ്റ് ഒരു ഇഷ്ടം ആണ് കാണിക്കുന്നത്. സോ അതാണ് ഒരു ഡിസ്കവറി, അതാണ് അവർക്ക് ആ ലവ് ടു വർക്ക് ആ ഒരു രീതിയിലേക്ക് മാറും. നെക്സ്റ്റ് സഡൻ ഇലുമിനേഷൻസ്. വായിച്ചോ. Sudden illumination. Yes, please. Sudden illuminations. Why is it important to repeat same exercise again and again? This is of absolute importance for mental development because it is after much recurrence suddenly comes a mental illumination. നമ്മൾ ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലൈറ്റ് അല്ലെ, ഇങ്ങനെ നല്ല മിന്നി മിന്നി കത്തുന്ന നല്ല ഭംഗിയുള്ള ലൈറ്റ്, ഒരു അറേഞ്ച്മെന്റ്, ലൈറ്റിന്റെ അറേഞ്ച്മെന്റ്സ്. ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ട്രീയിലൊക്കെ എല്ലാവരും അങ്ങനത്തെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതാണ് ഇലുമിനേഷൻ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇവരിൽ ചെറിയ ചെറിയ സ്പാർക്ക് പെട്ടെന്ന് വരും. ഇവരൊരു എക്സസൈസ് തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ കുട്ടികളും ഒരേ ആക്ടിവിറ്റി ആയിരിക്കില്ല റിപ്പീറ്റ് ചെയ്യുന്നത്, പല പല ആക്ടിവിറ്റീസ് ആയിരിക്കും. അത് ഓരോ കുട്ടിയുടെയും ഇൻട്രസ്റ്റ്, അവരുടെ ആ മെന്റൽ അതുമായിട്ട് മൈൻഡുമായിട്ട് അവർ കണക്ട് ചെയ്ത് അതിനെ കണക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആക്ടിവിറ്റി 3 വയസ്സുള്ളവർ മുഴുവനും ആ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുക, 4 വയസ്സുള്ളവർ മുഴുവൻ അങ്ങനെയല്ല. ചിലപ്പോൾ 5 വയസ്സുകാരൻ ചെയ്യുന്ന ആക്ടിവിറ്റി 3 വയസ്സിൽ വേറൊരു കുട്ടി ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവൻ അതും കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടന്നിട്ടുണ്ടാകാം. പക്ഷെ വേറൊരു കുട്ടി 5 ഇയറിലായിരിക്കും ആ ആക്ടിവിറ്റി ചെയ്തു തുടങ്ങിയത്. അത് അവരുടെ ഒരു ഇൻട്രസ്റ്റ്, അപ്പൊ അത് അവരുടെ മൈൻഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ഈ റിപ്പീറ്റേഷൻ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിനും കോൺസെൻട്രേഷനും കാരണമാകും. ഒരു അബ്സല്യൂട്ട്, അതൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. അങ്ങനെ പല പ്രാവശ്യം റെക്കർ ചെയ്യുമ്പോൾ അത് ഒരു മെന്റൽ ഇല്ലൂമിനേഷൻ പോലെയാണ്. മനസ്സിലുണ്ടാകുന്ന നല്ലൊരു വെളിച്ചം, ഒരു സ്പാർക്ക്, ഒരു ഉണർവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഇതാണ് പറയുന്നത്. സെയിം തന്നെ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോടുള്ള ഇഷ്ടം, അത് അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന്റെ ഒരു സ്പാർക്ക് തന്നെയാണ്. മോണ്ടിസോറി എക്സ്പ്ലോഷൻസ്. നെക്സ്റ്റ് വൺ. യെസ്, fourth one. Fourth one, Montessori explosions. Montessori states that the outward evidence of his inborn mental growth reveals itself with an almost explosive violence. She said that these experiences are so common that they called it Montessori explosion. Examples of such explosions are reading and writing. കുട്ടികളെ എഴുതാനും വായിക്കാനും നിർബന്ധപൂർവമല്ല മോണ്ടിസോറി മെത്തേഡ് ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടികളിൽ വരികയാണ്. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറി എന്നല്ലേ പറയുന്നത്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സ്ഫോടനം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് റീഡിങ്ങും റൈറ്റിംഗ്. പെട്ടെന്നാണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്. അവർ തന്നെ വന്ന് ഡിമാൻഡ് ചെയ്യും, എനിക്ക് എഴുതണം, എനിക്ക് വായിക്കണം എന്നൊക്കെ ഉള്ളത്. ആ രീതിയിൽ തന്നെ അവരാകും. അതുപോലെയുള്ള മെറ്റീരിയൽസ് അവർ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ലാംഗ്വേജ് ഏരിയയിലേക്കൊക്കെ ചെല്ലുമ്പോൾ. അപ്പൊ മോണ്ടിസോറി പറയുന്നത് ഇത് ശരിക്കും ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് ഈ വരുന്നത്, ഈ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. സംടൈംസ് ഇവര് ഈ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില സ്റ്റേറ്റ്മെന്റ്, ചില മെറ്റീരിയൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഇവരുടെ ഫെസിലിറ്റേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ ഇവരത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലത്തെ സെന്റൻസുകൾ അവർ പറയാൻ നോക്കും. പിന്നെ അവർക്ക് അത് എഴുതണം എന്നാവും. അപ്പൊ അതെല്ലാം സഡൻ ആയിട്ട് വരുന്ന ഒരു മാറ്റങ്ങളാണെന്നാണ് പറഞ്ഞത്. മെറ്റീരിയൽസ് ആസ് ദ ഗേറ്റ് വേ ടു ന്യൂ ഡിസ്കവറീസ്. നെക്സ്റ്റ് വൺ, മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണ്. ശരിക്കും ഒരു കുട്ടി ഇപ്പോ പിങ്ക് ടവർ എന്നൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ കണ്ട സിലിണ്ടേഴ്സ്
നോപ്ഡസിലിട്ടേഴ്സ്. ഒരു കുട്ടി അത് വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതായിരിക്കും, വേറൊരു കുട്ടി വേറെ രീതിയിലായിരിക്കും അതിനെ അറേഞ്ച് ചെയ്യുന്നത്. അതെല്ലാം അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ന്യൂ ഡിസ്കവറീസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തുന്ന പോലെ. സോ മെറ്റീരിയൽസ് ആസ് ദ ഗേറ്റ് വേ ടു ന്യൂ ഡിസ്കവറീസ്. വായിച്ചോളൂ. ഞാൻ വായിക്കട്ടെ. യെസ് പ്ലീസ്. The materials as the gateway to new discoveries. While the children are advised to use each of the materials in a particular way, it is often exposed by the children to new ways to use the materials. In this way, the children will be led to discover new facts and new relationships. നോ ഫാക്ട്സ് റിപ്പീറ്റ് ചെയ്തേക്കുക. അപ്പോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഒരു ഗേറ്റ് വേ ആണ് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ മറിയ മോണ്ടിസോറി ആണെങ്കിലും ഇനീഷ്യലി പല മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും പല ഇൻസിഡന്റ് അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് ആ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടായപ്പോൾ മറിയ മോണ്ടിസോറി മെറ്റീരിയൽസ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തു, മോഡിഫൈ ചെയ്തു, പുതിയത് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു, മെറ്റീരിയൽസ് വയ്ക്കുന്ന രീതികളിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പൊ അത് പുതിയ പുതിയ ഡിസ്കവറീസിന്റെ ഒരു ഗേറ്റ് വേ ആണ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. ലൈക്ക് പറഞ്ഞില്ലേ, സാധാരണ ആദ്യമൊക്കെ ഷെൽഫിൽ അടച്ചു വെക്കുമായിരുന്നു മെറ്റീരിയൽസ്. ഫെസിലിറ്റേറ്റർ ഓരോ കുട്ടിക്കും ഓരോ മെറ്റീരിയൽ അവര് തന്നെ എടുത്തു കൊടുക്കുമായിരുന്നു. ബട്ട് ഒരു ദിവസം ക്യാൻറ്റിഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫെസിലിറ്റേറ്റർ വൈകുന്നേരം കുട്ടികളിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങി ഷെൽഫിൽ വെച്ചിട്ട് ഷെൽഫ് അടയ്ക്കാൻ വിട്ടുപോയി. അപ്പോ പിറ്റേ ദിവസം അവർ ലേറ്റ് ആയിട്ടാ വന്നത്. പക്ഷെ കുട്ടികള് സമയത്ത് വന്നപ്പോ ഷെൽഫ് തുറന്നു കിടക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് തന്നെത്താനെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ട് കാൻഡിഡയ്ക്ക് ദേഷ്യം വരുന്നതും അവര് കുട്ടികളെ സ്റ്റീൽ ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ മറിയ മോണ്ടിസോറി പറയുമായിരുന്നു, അതൊരു നമുക്കത് ചിന്തിക്കാം, ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അതായത് അത് കുട്ടികളുടെ ചോയ്സ് ആണ് ഏത് ആക്ടിവിറ്റി ചെയ്യാം. ഫ്രീഡം ടു വർക്ക് അല്ലെങ്കിൽ ഫ്രീഡം ഫോർ ചോയ്സ്, ആ ഒരു രീതിയിലേക്ക് അത് മാറി. പിന്നെ ഷെൽഫ് അടയ്ക്കുന്ന ഷെൽഫ് അല്ല, ഓപ്പൺ ഷെൽഫ് കുട്ടികളുടെ ചൈൽഡ് സൈസിലുള്ളത് അങ്ങനെ ആക്കി കുട്ടികൾക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നപ്പോഴും പുതിയ പുതിയ ഡിസ്കവറീസ് ഉണ്ടാവുകയാണ് ചെയ്തത്. കുട്ടികൾ മെറ്റീരിയൽസ് വെച്ച് ഓരോന്ന് ചെയ്തപ്പോൾ അവർക്ക് നമ്മളവർക്ക് ഡെമോ കൊടുക്കുന്നുണ്ടാവും ഇനീഷ്യലി, അവർ ആ രീതിയിലല്ലാതെ പുതിയ രീതിയിൽ അവർ ചെയ്യും. സോ അതൊരു മെത്തേഡായിട്ട് ഇതിനകത്തേക്ക് അപ്ഡേറ്റഡ് ആകും. ഇത്രയും കാര്യങ്ങളാണ് മൂവ്മെന്റ്. അപ്പൊ മൂവ്മെന്റ് ഈസ് കണക്റ്റഡ് നോട്ട് വിത്ത് ബോഡി, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മൈൻഡ് ആൻഡ് ഇന്റലക്ട്. ബുദ്ധിയുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ളവരിൽ സൗണ്ട് മൈൻഡ് ആൻഡ് സൗണ്ട് ബോഡി, ഹെൽത്തി ബോഡിയും ഹെൽത്തി മൈൻഡും ഉണ്ടാകും. നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളും റിഫ്രഷ് ആവില്ല എന്ന്. നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവണമെങ്കിൽ ഒന്ന് നടന്നിട്ട് വരാം, അല്പം കാറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങില്ലേ ആളുകള്. സോ അത് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് അപ്പൊ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒന്ന് ഊഞ്ഞാലിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് ആടും അല്ലെ, ചുമ്മാ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കുന്നതിന് പകരം അതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക, ഒന്ന് ആടും. അതേസമയം ബോഡി നമ്മളുടെ ടയേർഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പൊ നേരം കിടക്കുമായിരിക്കും. ബട്ട് നമ്മൾ ഒക്കെ ഒന്ന് ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഊഞ്ഞാലിലിരുന്ന ഒന്നാടാത്ത ആരും ഇല്ലല്ലോ. നമ്മളും മൂവ്മെന്റ് ഇഷ്ടപ്പെടുന്നു. അത് തന്നെയാണ് നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കുന്നു. അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആയോ? ഐ എം വെരി സോറി, ഒറ്റ ദിവസം കൊണ്ട് തീർക്കേണ്ട വന്നതുകൊണ്ട്. ബട്ട് എന്തെങ്കിലും കണക്ഷൻ ആവാതെ തോന്നുന്നുണ്ടോ? ഓക്കെ അല്ലേ? മെയിൻ ആയിട്ട് ഹാൻഡ് ഈസ് ദ ഇൻസ്ട്രുമെന്റ്. താങ്ക് യു. ഹാൻഡ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റും ഓക്കെയാണ്. ടെൻഡൻസീസ് ഓഫ് മാൻ ആണ്. ടെൻഡൻസി മനുഷ്യര് സാധാരണ കാണിക്കുന്ന ഓരോ സ്റ്റെപ്സ് ആണ്. നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഓരോ ടെൻഡൻസി, അതാണ് നെക്സ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുക. ലൈക്ക് പറഞ്ഞ പോലെ റെപ്പറ്റീഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളല്ലേ. സോഷ്യലൈസ് ചെയ്യുന്നത്, പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഇത് കാണിക്കുന്നത്, എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, പിന്നെ നമ്മൾക്ക് തന്നെ ഒരു ഓർഡർ ഉള്ളത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ക്യൂരിയോസിറ്റി, കണക്കുകൂട്ടൽ, കാൽക്കുലേഷൻ, സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, ഇതെല്ലാം ഹ്യൂമൻ കാണിക്കുന്ന ടെൻഡൻസീസ് ആണ്. അതിനെ കുറിച്ചാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് കുറച്ച് മോണ്ടിസോറി റിലേറ്റഡ്. അതെനിക്ക് ഡൗട്ട്ഫുൾ, തീരുമില്ലോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. തീരുന്ന അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. എക്സാമിന് തീർക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫ്രൈഡേ വരെയല്ലേ ക്ലാസ് ഉള്ളൂ. സോ അപ്പൊ അതിന്റെ ചെയ്യാം.
നാളെ കാണാം, വായിച്ചു നോക്കൂ കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പ്ലീസ്. മാം ഈ പഠിപ്പിക്കുന്നതിന്റെ പ്രിന്റ് ഔട്ട്സ് എല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് വരാത്തോണ്ടാ. ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യാം. എന്നോട് ആരോ PDF ചോദിച്ചു, ആർക്കും എടുക്കാൻ പറ്റിയില്ല, അത് പോയി എന്ന് എന്തോ പറഞ്ഞു. ആരായിരുന്നു എനിക്ക് ഓർമ്മയായിട്ടുള്ള ആരെങ്കിലും ആ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കെ. എന്നോട് ആ ചോദിച്ചു. ഞാൻ അത് തപ്പി എടുക്കണ ഇച്ചിരി പണിയായിരിക്കും. ഞാൻ നോക്കട്ടെ, കണ്ടുപിടിക്കാൻ. എക്സാം എങ്ങനെയായിരിക്കും മിസ്സേ? അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ? എക്സാം 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മള് ഈ ഫ്രൈഡേ വരെയും പഠിപ്പിക്കുന്ന പോർഷൻസ് ആയിരിക്കും. എവിടെ വെച്ചാണോ ഫ്രൈഡേ തീരുന്നത് അതുവരെയുള്ളത്. നിങ്ങൾക്ക് സാധാരണ യൂണിറ്റ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് തരുന്ന പോലെ MCQ ആയിരിക്കും. ടൈം പറഞ്ഞിട്ടുണ്ടല്ലോ 8 to 9:15. ഒരു 15 minutes എക്സ്ട്രാ ഉണ്ടാവും നെറ്റ്വർക്ക് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരാൻ. പക്ഷെ 1 hour ഒന്നും വേണ്ടി വരില്ല എക്സാം അറ്റൻഡ് ചെയ്യാൻ. അതിലും വളരെ കുറവ് മതി. ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഫിനിഷ് ആകാറുണ്ട്. സാധാരണ MCQ ചെയ്യാറില്ലേ, മോക്ക് ടെസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. മിസ്സേ നമ്മളിത് ഓൺലൈൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അതെങ്ങനെയാ? ഞാനിതുവരെ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും തോന്നുന്നു. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. മൊബൈലിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഗൂഗിൾ ലിങ്കിൽ ക്വസ്റ്റ്യനിൽ കയറുമ്പോ വീഡിയോ എങ്ങനെ ഓൺ ആക്കും എന്ന് ചോദിച്ചു. നമ്മൾ ഈ ലിങ്ക് വെച്ചിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺ ചെയ്യുന്നതിനൊപ്പം തന്നെ ഗൂഗിൾ മീറ്റില് ഇപ്പൊ നമ്മള് ക്ലാസ് ആണെങ്കിൽ ഗൂഗിൾ മീറ്റിൽ കയറുമല്ലോ, അതുപോലെ തന്നെ ആ ലിങ്ക് ക്ലാസ് റൂമിലും കയറുക, എന്നിട്ട് അത് ഓൺ ചെയ്യാം. അപ്പൊ അത് നമുക്ക് മിനിമൈസ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലേ, സൈഡില് കോർണറിലായിട്ട് നമ്മുടെ ഫോട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അറ്റൻഡ് ചെയ്ത് പോകുമായിരിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ആവണം. മാം, ഞാൻ ഇത് പഠിക്കാനേ എന്താ ഈ റെക്കോർഡ് ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കുക വേണ്ടത്. ഞാൻ PDF എടുത്തിട്ടില്ല. PDF ഇതുവരെയും എടുത്തിട്ടില്ലേ? ഇല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് മാമിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കലാണ്. അതിന് സമയം കിട്ടാറുണ്ടോ? ഞാൻ അടുക്കളയിലൊക്കെ ആവുമ്പോ ഓണാക്കി അവിടെ വെക്കും. ജനൽ തുറക്കിയിട്ട് അങ്ങനെ കേൾക്കലാണ് അധികം. ഫസ്റ്റത്തെ ക്ലാസ് ഒക്കെ ഓരോ ക്ലാസ് 2-3 പ്രാവശ്യമൊക്കെ കേൾക്കലുണ്ട്. ഇപ്പൊ ഈ ഇന്റേൺഷിപ്പിന് പോയാൽ അവിടെ നിന്നിട്ടില്ല. ഒരു 2 മാസത്തെയാണ് ഇപ്പൊ കൂടുതലായിട്ടാണ് കേൾക്കാത്തത്. PDF എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ കയറി PDF വായിക്കാൻ പറ്റാറുണ്ടോ? അത് ചില ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓക്കെ അല്ലേ? വീഡിയോ കട്ടായി എല്ലാതുണ്ട്. ക്ലാസ് റൂമിലൊക്കെ ഓക്കെയാണ്. അതില് ഉണ്ട്. നമ്മള് സെപ്പറേറ്റ് ആയിട്ട് A4 ഷീറ്റിലായിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല എന്ന് പറയാ. ഓക്കെ മനസ്സിലായി. കുഴപ്പമുണ്ടാവില്ല. ഷെരീഫിക്ക് അത് ഓക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. തസ്രീഫ വീഡിയോ കട്ടായി പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഫോണിൽ നിന്ന് ഇപ്പൊ എന്റെ ക്ലാസ് കാണുവാന്ന് വിചാരിച്ചു. അപ്പൊ അത് മിനിമൈസ് ചെയ്തിട്ടിട്ട് നമുക്ക് ഫോണിൽ ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും നോക്കണം, ഗൂഗിൾ സെർച്ച് ചെയ്യണം. നമുക്ക് ഗൂഗിൾ സെർച്ച് പലതിലേക്കും പോവാലോ, പല ആപ്സും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ വീഡിയോ കട്ടായി പോവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. കട്ടായി പോയിട്ടൊന്നുമില്ല, എല്ലാ ക്ലാസ്സും ഉണ്ട്. അല്ല, തസ്രീഫ ചോദിക്കുമായിരുന്നു, നമ്മള് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ആകുമ്പോ കട്ടായി പോവോ? ഓക്കെ. എന്തായാലും ഒരു എക്സാം ചെയ്താൽ അറിയാം എന്താണ്. തീർച്ചയായിട്ടും. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ കട്ടാവത്തില്ല. ഞാനത് ബാക്ക് ചെയ്തിട്ട് നോട്ട് എഴുതാറുണ്ട്. ആണോ? നമുക്കിപ്പോ വാട്സപ്പ് നോക്കണമെങ്കിൽ നമ്മളുടെ ക്ലാസ് ആ സൈഡിൽ നടക്കും. നമ്മൾ അതിലെ മെസ്സേജ് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റാറുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ആപ്പ് ഇരിക്കുമ്പോ മറ്റേ ആപ്പ് അങ്ങനെ കട്ടാകാൻ ചാൻസസ് ഇല്ല. എന്തോ ചില ഫോൺസിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഞാൻ +2 പഠിച്ചിരുന്നപ്പോ ചേച്ചിയുടെ ഫോണില് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നെ. അതൊരു ചെറിയ ഫോണായിരുന്നു, ഇതുപോലെ തന്നെ ടച്ച് ഫോണായിരുന്നു. പക്ഷെ ലൈവ് ക്ലാസ് കാണുമ്പോ ഞങ്ങക്ക് ഞാൻ വേറെന്തോ വർക്ക് ചെയ്യുന്ന നമ്മള് വർക്കിന് നമ്മള് പോവല്ലോ
അപ്പൊ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുന്നത് നോക്കുമ്പോൾ ക്ലാസ് കട്ടാക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് ചില ഫോണില്, ചില പണ്ടുള്ള ഫോണിലൊക്കെ. ഇപ്പോഴത്തെ വലിയ ഇഷ്യൂ ഇല്ലെന്ന് തോന്നുന്നു, ചില ഫോണിൽ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. കാരണം പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഗൂഗിൾ മീറ്റ് നടക്കുമ്പോ പെട്ടെന്ന് നമുക്ക് ഫോണിലേക്ക് നോർമൽ കോള് വരുമ്പോ മീറ്റ് കട്ടായി പോകും. ഇപ്പൊ അങ്ങനെ ആവണില്ല. എനിക്ക് കട്ടാവാറില്ല. കാരണം ഞാൻ പക്ഷെ സൗണ്ട് ഇത്തിരി കുറവായിരിക്കും കേൾക്കുന്നത്. അതെ, കട്ടാവാറില്ല. ശരി. കട്ടാവലില്ല, അത് ശരിയാണ്. മാം ഇപ്പൊ ഓപ്ഷൻസ് കൂടുതലാണ് ഫോണില്, അതുകൊണ്ട് കട്ടാവില്ല. മിനിമൈസ് ചെയ്തിടാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി അഥവാ ഇങ്ങനെ കോള് ആരുടെങ്കിലും ഫോൺ കോള് വരുമോന്നുണ്ടെങ്കിൽ നമുക്ക് റീഡയറക്ട് ചെയ്യാലോ, ആരുടെങ്കിലും നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്ത് വെക്കാലോ നമ്മുടെ വീട്ടിലുള്ള. അപ്പൊ നമ്മുടെ ഫോണിലേക്ക് കോള് വരില്ലല്ലോ. അങ്ങനെ ഒരു ടെൻഷൻ തോന്നുന്നുണ്ട്. കുഴപ്പമുണ്ടാവില്ല. ഫസ്റ്റ് ബാച്ച് ഒക്കെ എഴുതിയത് അവരൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ല. ഓക്കെ, എന്തായാലും 20-ാം തീയതി എക്സാം എഴുതട്ടെ, അപ്പൊ അറിയാലോ വിവരം. നിങ്ങൾ ഡേറ്റ് കൺഫേം ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും ക്ലാസ് റൂമിൽ വന്നിക്കണു. 20-ാം തീയതിയാണ് എക്സാം ഡേറ്റ്. 8 to 9 10 മിനിറ്റ് കൂടി എക്സ്ട്രാ അങ്ങനെയുണ്ട്. ഓക്കെ, ടേക്ക് ഡിസിഷൻ വൈസ്ലി പറയുന്നുള്ളൂ. കാരണം ഇത് വെക്കേഷന് മുമ്പാണെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മിസ് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മളെ വെക്കേഷനിൽ പരീക്ഷ എന്ന് പറഞ്ഞിരിക്കും. അവര് വിചാരിക്കും ഞങ്ങള് പരീക്ഷ എന്നിട്ട് അമ്മയ്ക്ക് എന്തായി പരീക്ഷ പറയണേ പറയും. അത് ശരിയാണ്, നമ്മളെ പരീക്ഷയ്ക്ക് ഓൽക്കൊരു കാര്യമില്ല. എന്തായാലും ഗുഡ് നൈറ്റ് മാം. താങ്ക് യു. ഗുഡ് നൈറ്റ് മാം. Thank you, ma'am. Good night. Thank you, ma'am.